ഇപ്പം കറന്റ്ലി എനിക്ക് പോണം. മാസനഗുഡി വഴി ഊട്ടിയിലോട്ട്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. കുട്ടാ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ കട്ടാക്കിട്ട് ഇരിക്കാനാണ്. എന്റെ ഫിസിക്കലി എന്റെ ഗ്യാപ്പ് റോഡ്, മറ്റേ കള്ളിപ്പാറയിലോട്ട് പോകുന്ന ഒരു റോഡുണ്ടല്ലോ, ഇങ്ങനെ കൊണയെന്നും പറഞ്ഞു പോണ ആ റോഡ്, അത് ആ റോഡല്ലേ? ആ റോഡ്. ഹായ് എവരിവൺ, അപ്പം എന്റെ എല്ലാ വ്യൂവേഴ്സിനും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ Q&A ആണ്. ഞങ്ങൾ തമ്മിലുള്ള എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഷിയാക്ക് അറിയാവുന്നുള്ള ഒരു ചെറിയൊരു ഫണ്ണി ആയിട്ട് എടുക്കണം. അപ്പം ഫണ്ണി ആയിട്ടുള്ള ഒരു Q&A ആണ്. അപ്പം തുടങ്ങാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഷിയാനോട് ചോദിക്കും. അപ്പം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. നോക്കാലോ എനിക്ക് എന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നതെന്ന് നോക്കാലോ. ഇപ്പോഴാണ് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇടി ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇടിയായിരിക്കും. അപ്പൊ ചോദിക്കട്ടെ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ക്വസ്റ്റ്യൻസിന്റെ പിന്നെ ഷിയയുടെ ചാനലിൽ ഒരു കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇതിനകത്ത് വേറെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കാം. അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് പോയ സ്ഥലം ഏതാണ്? ദിലീപണ്ണന്റെ വീട്ടില്. നമ്മളെ അണ്ണന്റെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു AC റോഡിൽ ചങ്ങനാശ്ശേരിയിൽ എന്റെ പുതിയ വണ്ടി എടുത്ത സമയത്താണ് നമ്മള് പച്ചബനിയനെ കേട്ടിട്ട് നമ്മളെ AC റോഡിൽ പോയില്ലേ. ഞാൻ എന്റെ പച്ചലയിലേക്കുള്ള ഒരു ബനിയായിട്ട് കാറില് പോയി വരുന്നുണ്ട്. ഒരു പഴയ ഫോട്ടോ ഉണ്ടല്ലോ, നമ്മൾ AC റോഡിൽ പോയി എടുത്ത. ആദ്യമായിട്ടാണ് പോയത്, നമ്മൾ ഒരുമിച്ചാണ്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് ഇവിടുന്ന് ട്രിപ്പ് പോയത്, ആദ്യമായിട്ടുള്ള ട്രിപ്പ്. ഇതിപ്പോ പോട്ടെ, അത് എനിക്ക് നമ്മള് ട്രിപ്പ് മീൻസ് എന്ന് പറയുമ്പം ഇതാണോ? നമ്മള് അങ്ങനെയല്ല, നമ്മള് സ്റ്റേ ചെയ്തിട്ടുള്ള അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മള് എറണാകുളം അൽസ ജാലിയായി പോയിട്ടുണ്ട്. അല്ലല്ല, നമ്മള് സ്റ്റേ ചെയ്ത് എവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്നത്? സ്റ്റേ ചെയ്തെന്ന് പറയുമ്പോ എനിക്ക് ഒന്ന് മൂന്നാർ, കള്ളിപ്പാറ, പൂപ്പാറ ആണ്, അവിടെയാണ് അല്ലേ? ആണ്, പൂപ്പാറ, മൂന്നാർ ആണ്. നീ അല്ല നിക്ക്, നീ ഉദ്ദേശിക്കുന്ന വയനാടാണോ? നമ്മളതിന്റെ പോത്തിന്റെ സ്റ്റേ ചെയ്ത് നമ്മള് പോയിരുന്നു. നമ്മള് ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്നത് എവിടെയാണ് എനിക്കറിയണം. കൊടൈക്കനാൽ. എവിടെയാ? കൊടൈക്കനാൽ. ഓക്കെ, കൊടൈക്കനാലാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ട്രിപ്പ്. അതെ, ഞാൻ അത് ആലോചിച്ചില്ല. അതാണ് ഓക്കെ. അത് വേറൊരു ഇതുണ്ട്, അതുകൊണ്ടാണ് കൊടൈക്കനാലാണ്. വേറെ ചോദിച്ചോ കൊടൈക്കനാൽ. കൈമാറ്റി. അടുത്തത് ചോദിക്കും. ഞാൻ എന്നോളിപ്പിച്ചു എന്റെ അടുക്കല്ലേ ചോദിക്കുന്നോ? ഉത്തരവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്ന ഡോഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡോഗിനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജീവനാണ്. ചാർലി സിനിമയിലൊക്കെ 10-150 വട്ടം കണ്ടിട്ടുണ്ട്. ചാർലി, ഡോറ, അങ്ങനെയുള്ള പട്ടികളുടെ പടമൊക്കെ ഇഷ്ടം പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്ന് 7 മണിക്ക് വാലാട്ടി എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഒരു ലാസ്റ്റ് ചോദിക്കാം, ഒരു നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ് ചോദിക്കാം. അപ്പം ഞാനുമായിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ്, ഇതുവരെയുള്ള ഞാനുമായിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഏതാണ്? ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് റൈഡ് പോകും. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് മൊമെന്റ് ആണ്. അങ്ങനെയല്ല, അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമല്ല. അതെനിക്ക് ഡെയിലി ഫേവറേറ്റ് മൊമെന്റ് ആണ്. അങ്ങനെയല്ല, നമുക്ക് നിനക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത, ഇപ്പൊ നമ്മള് ഡെയിലി കളി
ഇതൊക്കെ എടുത്തിടണം കേട്ടോ. പിന്നെ അതല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നിനക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ കൂടെയുള്ള ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഏതാണ്? മറക്കാൻ പറ്റാത്ത മൊമെന്റ് എന്ന് പറയുമ്പോൾ വേണ്ട ഇത് മതി. മറക്കാൻ പറ്റാത്ത മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് വയനാടൊക്കെ പോയി ഇത് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അടിപൊളി ആ ഒരു മൊമെന്റ്. അത് പറയാ അടിപൊളിയായിരുന്നു. വയനാട് ഇതും മൂന്നാറും ഇതൊക്കെ അടിപൊളിയായിരുന്നു. എന്നാലും അടിപൊളിയാണ്. നമ്മള് ട്രിപ്പ് പോണ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ അടിപൊളി മൊമെന്റ്. മൂന്നാറ് നമ്മള് മറ്റേ നീലക്കുറിഞ്ഞി കാണാൻ പോയ മൊമെന്റ് ഉണ്ടല്ലോ, അത് പൊളിയായിരുന്നു. വർഷത്തിൽ 12 വർഷം പൂക്കുന്ന അല്ല വർഷത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ പോയത് അതൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാറ് ഒരു സ്ഥലത്ത് വണ്ടി ഇട്ടിട്ട് നമ്മളൊരു നടത്തമുണ്ട്, എന്റെ പൊന്നളിയാ ആ നടത്തം അത് അടിപൊളി മൊമെന്റ്. നമ്മൾ വെയിലത്ത് കരിഞ്ഞു പോയി, അവിടെ ചെന്ന് പോകാണെങ്കിൽ പോവില്ല, കരിഞ്ഞിരിക്കുന്ന പൂ. ലാസ്റ്റ് പൂവി തുടരുതെന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ട് പോവില്ല തൊടാനായിട്ട്. അതൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ നിനക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് കീ ചെയിൻ. എന്റെ പേര് അല്ല നിന്റെ പേര് എഴുതിയൊരു കീ ചെയിൻ തന്നു. എന്നിട്ട് അതിന്റെ കളഞ്ഞു എഴുതി ഓർക്കുന്നുണ്ട് ഒരു കീ ചെയിൻ. വെള്ളിയുടെ ഒരു കീ ചെയിൻ തന്നത്, വെള്ളിയുടെ ഒരു കീ ചെയിൻ തന്നത്. ആ കീ ചെയിൻ തന്നപ്പോഴേ ഞാൻ പറഞ്ഞാണ് കീ ചെയിൻ തരണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടിക്കകത്ത് കളയുന്നുള്ളൊരു ഇതുകൊണ്ടല്ല, പക്ഷെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരുത്തരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിലേക്ക് മിസ്സാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്വർണ്ണത്തിന്റെ 5 മാലയോ അത് ഇതൊക്കെ തന്നെ. അവൾ എനിക്ക് കീ ചെയിൻ തന്നു. ആ കീ ചെയിൻ കുറെ ആളുണ്ടായിരുന്നു, പിന്നെ എവിടെയോ മിസ്സായി പോയി. കുറെ ഞാൻ തപ്പിയത്, പക്ഷെ എനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് കീ ചെയിനാണ്. നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് ഫുഡ് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഫേവറേറ്റ് ഫുഡ് നോക്കാലോ. അല്ല നീ ഫേവറേറ്റ് ഫുഡ് എന്നൊക്കെ പറയാൻ നേരത്തെ നീ കുറെ ഇങ്ങനെ പറയാറുണ്ട് എന്നെ എടുക്കുക. പറയാറുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ നെയ്ച്ചോറും ബീഫും ആണോ? അല്ല എനിക്ക് ഈ ഇടയായിട്ട് എനിക്ക് ചുമ്മാ തിന്നണം. അല്ല നീ എന്റെ അടുക്ക മിക്കപ്പോഴും പറഞ്ഞിട്ടുള്ളത് നെയ്ച്ചോറും ബീഫ് കറിന്റെയും കാര്യമാണ് നീ മിക്കപ്പോഴും പറയുന്നത്. പക്ഷെ അതല്ല മന്തി നിന്റെ ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിക്കപ്പോഴും മന്തി മേടിച്ച് കഴിക്കാറുണ്ട്. പിന്നെ ഇവിടെ നെയ്ച്ചോറും പറയാറുണ്ട്. ഇപ്പൊ കറന്റ്ലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് റൈസ് ഐറ്റം ആണോ നീ ഉദ്ദേശിച്ചത്? അല്ലാണ്ടുള്ള ഐറ്റം പലഹാര ഐറ്റം അരിപ്പത്തിരി അല്ലേ? അരിപ്പത്തിരിയും നമ്മളെ ബീഫ് കുർമയുടെ ഗ്രേവിയും ബീഫ് ഫ്രൈയും അല്ലേ? നമ്മളൊരു കടയൊന്നും പറയത്തുന്നില്ല, നമ്മളെ ഫേവറേറ്റ് ഒരു കടയുണ്ട്. അവിടുത്തെ ബീഫ് കുറുമ നമ്മൾ ഇടയ്ക്ക് മേടിക്കുക. എന്നാലും ഇവിടെ ബീഫ് കുറുമയുടെ പീസ് കഴിക്കത്തില്ല, ബീഫ് കുറുമയുടെ ഗ്രേവിയും നല്ല കിണ്ണം കാച്ചി ബീഫ് ഫ്രൈയും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ പലഹാരമാണെന്ന് വെച്ചാൽ. റൈസ് ഐറ്റം ആണെങ്കിൽ അവിടെ ഒന്നും പറയുന്നില്ല. മന്തി പിന്നെ നെയ്ച്ചോറ് ഇടക്കിടക്ക് നെയ്ച്ചോറ് എന്ന് പറയുന്ന ഇങ്ങനെ നെയ്ച്ചോറ് എന്ന് പറയുന്നത്, പക്ഷെ മന്തിയാണ് കൂടുതൽ തിന്നുന്നത്. അപ്പൊ അതാണ് ഐറ്റം. നെക്സ്റ്റ് എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്. നെക്സ്റ്റ് നമ്മുടെ ഈ വീട്ടില് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ബെഡ്റൂം ആണ് എനിക്കറിയാം. നെക്സ്റ്റ് ബെഡ്റൂം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അവിടെ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മളെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു പ്രൈവസിയും മനസ്സിനൊരു സന്തോഷവും. വീട്ടിലെ എല്ലാ സ്ഥലവും നമുക്ക് പ്രൈവസിയാണ്, കാരണം ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ബെഡ്റൂം ആണ് പൊളി. ബെഡ്റൂം എന്ന് പറയുമ്പോ ഉണ്ടല്ലോ നമ്മൾ എവിടെയോ ട്രിപ്പ് പോയ ഫീലാണ്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് എന്തോ ആ റൂമിലേക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ആ ബെഡ്റൂമിനകത്തോട്ട് നമുക്ക് മനസ്സിന് ഭയങ്കര ശാന്ത സമാധാനം സുന്ദര സുഖമുഖമായ അങ്ങനെയാണ്. നെക്സ്റ്റ് എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്, എനിക്ക് ഏറ്റവും ആഗ്രഹം പോകാനാണ് ലഡാക്ക് മണാലി അല്ലേ? ആണ് ലഡാക്ക് മണാലി. നമ്മൾ രണ്ടുപേരും ഭയങ്കര ആഗ്രഹമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ലഡാക്ക് മണാലി. നമ്മൾ കുറെ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ പോകേണ്ടതാണ്, പക്ഷെ പ്ലാൻ ഇച്ചിരി ചേഞ്ച് ആക്കി പോകുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി നല്ല രീതിയിൽ ഫുൾ ആയിട്ടൊന്ന് ഓൾ ഇന്ത്യ കറങ്ങേണ്ടതുകൊണ്ടാണ് നമുക്ക് നേരെ പോയി ലഡാക്കിൽ പോയി തൊട്ടിട്ട് വരാനുള്ളത് കൊണ്ടല്ല, നമുക്കൊന്ന് ഓൾ ഇന്ത്യ ഫുൾ ആയിട്ടൊന്ന് ഇന്ത്യ ഫുള്ള് കിടന്ന് കാണാം. എന്തായാലും ഒരു വട്ടം പോകാൻ പറ്റുമല്ലോ. ആ പോകുന്ന പറയുമ്പോൾ ഫുള്ളൊന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്ത് എന്റർടൈൻമെന്റ് ആയി അടിച്ചു പൊളിച്ചിട്ട് വരണം. അതാണ് നമ്മൾ നീട്ടുന്നത്. നെക്സ്റ്റ് പിന്നെ നിനക്ക് എന്റെ
ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം, എന്റെ എന്ത് സ്വഭാവമാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാ അടിപൊളി സ്വഭാവമാണ്. ചുമ്മാ ഇട്ട് കൊണയ്ക്കാൻ വരുന്നതൊക്കെ നല്ല സ്വഭാവമാണ്. ചുമ്മാ ഇരിയുമ്പോ കൊണകൊണാന്നും പറഞ്ഞോണ്ട് എന്റെ അടുക്ക കൊണച്ചോണ്ട് വരും. അത് നല്ല സ്വഭാവമാണ്. കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയേണ്ടത് പറയും, കുഴപ്പമില്ല. എല്ലാം നല്ല സ്വഭാവം നല്ല സ്വഭാവം പണി കൊണച്ചോണ്ട് വരും. അത് പിന്നെ പൊളിയ. ഞാൻ വെച്ചിടും. അതിന്റെ എന്റെ ഏറ്റവും ഫേവറേറ്റ് നല്ല സ്വഭാവമാണ്. നന്നായിട്ട് സ്നേഹിക്കും. ചുമ്മാ ഇരിക്കുമ്പോ ഉമ്മയൊക്കെ തരും. ചുമ്മാ ഉമ്മയൊക്കെ തരും. നല്ല സ്വഭാവം, നല്ല കുട്ടിയാണ്, നല്ല കൊച്ചാണ്. നെക്സ്റ്റ്, എന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റണം, എന്റെ ഈ സ്വഭാവം കൊള്ളത്തില്ല, ഇത് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് ക്യാരക്ടർ, എന്തുവാണ് എന്നിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വലിയ വലിപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്റെ അടുത്ത് അങ്ങനത്തെ ആ ഒരു സ്വഭാവം എനിക്ക് അങ്ങനെ മാറ്റണമെന്നുള്ളൊരു സ്വഭാവമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇനി കാണുമോന്ന് അറിയാൻ പറ്റില്ല. ഇനി അങ്ങനെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണ്ടേക്ക് കൊണ്ടേ ആണ്ടാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ഒന്നുമില്ല. കുട്ടാ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ കെട്ടാക്കിട്ട് ഇരിക്കാനാണ്. ഇല്ല, ഞാനൊരു കാര്യം പറയാം. ഇല്ല, സത്യമായിട്ട് നിനക്കൊന്നുമില്ല. ഇല്ല കിട്ടാ, ഒന്നുമില്ല. ഇല്ല പറഞ്ഞോ. സത്യാണല്ലോ. ആ, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ പേര്, ഒരു സിനിമ നടൻ ഫേവറേറ്റ്. മലയാളത്തിലാണോ? ഈ ഐറ്റം ഒന്നുമില്ലല്ലോ. മമ്മൂട്ടി മോഹൻലാൽ അവരൊന്നും ഇല്ലല്ലോ. മമ്മൂട്ടി മമ്മൂട്ടി ഉറപ്പിച്ചു പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ഓർക്കുന്നുണ്ടോന്ന് നോക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, എടാ ആ പുള്ളീനെക്കാളും നല്ല ഈ പുള്ളിയാണ്, ആ പുള്ളിക്ക് പകരം ഈ പുള്ളി വന്നാൽ ആ സിനിമ അങ്ങ് ശരിയാകത്തില്ല. നീ ചെറിയ ആൾക്കാരൊന്നുമില്ലല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാൽ. ബാക്കി പറ. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടോ. എന്താണ് എനിക്ക് മോഹൻലാൽ മമ്മൂക്ക നടിച്ചാൽ മച്ചൂന്ന് നാട്ടിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്ക് നമ്മള് ഈ ട്രിപ്പ് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനിയും നമുക്ക് അവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ്. ഗ്യാപ്പ് റോഡ്. മറ്റേ കള്ളിപ്പാറയിലോട്ട് പോകുന്ന ഒരു റോഡുണ്ടല്ലോ, ഇങ്ങനെ കൊണയെന്നും പറഞ്ഞു പോണ ആ റോഡ്. അത് ആ റോഡല്ലേ? ആ റോഡാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയത് വരെ നമ്മൾ ആ ഒരു റോഡിൽ നിന്നിട്ടാണ്. അത് നമ്മൾ എന്റെ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട് ഫസ്റ്റ് ഇട്ടിരിക്കുന്ന, അത് ആ റോഡും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണും. ഇടിവെട്ട് റോഡാണ് കേട്ടോ. നമ്മൾ ഈ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി എല്ലാവരും മൂന്നാറെന്നല്ലേ, മൂന്നാർ കഴിഞ്ഞിട്ട് ഒരു 19 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. നമ്മുടെ ഈ ശാന്തംപാറ അങ്ങോട്ട് ആ ഏരിയ ഉണ്ട്. ആ റോഡുണ്ട്, ഇടിവെട്ട് റോഡാണ്. ആ ഒരു പ്ലേസുകൾ എപ്പോഴും പറയാറുള്ളതുമാണ്. അങ്ങോട്ട് നമ്മളവിടെ പോയിട്ടുണ്ട്. 2 വട്ടം നമ്മളവിടെ പോയിട്ടുണ്ട്. ഇനിയും നമ്മളിപ്പോ ഉടനെ പോകാൻ പോകുന്നുണ്ട്. നല്ല ഇടിവെട്ട് പ്ലേസ് ആണ്. ആ ഒരു പ്ലേസ് ആണ് നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണ്. നെക്സ്റ്റ് പിന്നെ അത് ഇപ്പൊ കറന്റ്ലി എനിക്ക് പോണം. മസനഗുഡി വഴി ഊട്ടിയിലോട്ട് നമുക്ക് രണ്ടുപേർക്കും മസനഗുഡി വഴി ഇപ്പൊ ഊട്ടിയിലോട്ടൊന്ന് പോയാൽ കൊള്ളാറുണ്ട്. അതാണ് കറന്റ്ലി പോകുന്നതാണ്. നെക്സ്റ്റ്, അപ്പൊ ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. വീഡിയോ ഇല്ലെങ്കിൽ നീണ്ടു പോകും. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേറെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാണുന്ന വ്യൂസിന് നിങ്ങൾക്ക് നമ്മുടെ വലിയ ചോദ്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും സംശയം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. നിങ്ങൾക്ക് കമന്റ് അടിക്കാം. പൊങ്കാല ഇടണമെങ്കിൽ പൊങ്കാല ഇടാം. എന്തുവേണമെങ്കിലും പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, മറ്റുള്ളവരിലോട്ട് എത്തിക്കാം. നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ചോദ്യം ചോദിച്ചോളൂ. അപ്പം ലാസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത്, സോറി 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 2 ക്വസ്റ്റ്യൻ. എന്റെ ഫിസിക്കലി
ഫിസിക്കലി എന്റെ ചോദിക്ക് ഫിസിക്കലി ചോദിക്ക്. എന്റെ എന്നിൽ എന്താണ് ഇഷ്ടം? ഫിസിക്കലായിട്ട് എന്നിൽ എന്താണ് നിനക്കിഷ്ടം? അവളുടെ ഇവളുടെ പുഞ്ചിരി, ഇവളുടെ കണ്ണുകൾ, കണ്ണടിയിലാണ്, ലിപ്പ് ഇത് ചിരി അടിയിലാണ്. പിന്നെ സൂപ്പർ. അപ്പം ഇനി ലാസ്റ്റ് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് പോകാം. അത് നല്ല അതിന് എനിക്ക് നല്ല മറുപടി കിട്ടുന്നുണ്ട്. നീ ചോദിക്കൂ, ഞാൻ നല്ല മറുപടി തരുന്നതായിരിക്കും. അത് എന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഇഷ്ടപ്പെടാൻ കാര്യം? എന്നെ എന്തുകൊണ്ടാണ് സത്യസന്ധമായിട്ട് നിന്നെ ഞാൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം, നീ എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടും എന്റെ ഒരു വീഴ്ചയില് കൂടെ നിന്നത് കൊണ്ടും, എന്നെ ഇത്രയും മാത്രം സ്നേഹിച്ച ഒരാൾ എൻ്റെ കൂടെ നിന്നിട്ടില്ല. എന്റെ ഏത് വിഷമഘട്ടത്തിലും എന്നെ സഹായിക്കാനും, ഞാനൊന്ന് വീഴുമ്പോൾ എന്നെ താങ്ങി നിർത്താനും, എനിക്ക് ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും വീഴുമ്പോൾ എല്ലാവരും പറഞ്ഞില്ല റോട്ടറാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പിന്നെയും വിഷമിപ്പിക്കാൻ അവളെന്ന് പറയുമ്പോൾ എന്നെ സമാധാനിപ്പിച്ച് പിന്നെയും മോട്ടിവേഷൻ തന്ന് അടുത്ത ലെവലിലോട്ട് എത്തിക്കാൻ നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഓക്കെ, അതാണ് നിന്റെ വീഴ്ചയിൽ കൂടെ നിൽക്കുന്നത് കൊണ്ട് അതുണ്ട്. അപ്പം അത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, രാത്രിയായപ്പോ നമ്മൾ വീഡിയോ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ല എന്തെങ്കിലും നമ്മൾ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞാൻ നിങ്ങളുടെ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ Q&A ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും നിന്റെ ചോദിക്കണ്ട, എന്റെ ഇട്ടിട്ടില്ല, അത് മതി. ചോദിക്കണ്ട, ഒന്നുമില്ല, ചോദിക്കണ്ട. എന്റെ ചാനലിൽ എന്റെ ചാനലിൽ ഒരെണ്ണം ഇട്ടില്ല, അത് മതി. നിനക്കറിയത്തില്ല എന്റെ ആൻസർ ഒന്നും, എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അതൊന്നും ചോദിക്കുന്നേ, ചോദിക്കട്ടെ, ചോദിക്കാൻ പോണേ. ഓക്കെ, അപ്പം അല്ല പൊട്ട്. ഹായ് എവരിവൺ. നീ